അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ഷൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷകരിൽ പ്രധാനി. ഒരുപക്ഷേ ഷൈബ എന്ന പേര് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു സംരക്ഷകൻ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. പശ്ചാത്തലവും ചരിത്രവും വ്യക്തമായി മനസ്സിലാക്കിയാൽ ആ ചോദ്യം അസ്ഥാനത്താണ് എന്ന് ബോധ്യപ്പെടും. ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം എന്ന് പറയുന്ന പ്രഗത്ഭനായ മക്കയിലെ നേതാവിൻ്റെ മകനായിരുന്നു ഷൈബ. ഹാഷിമായിരുന്നു അന്ന് ഖുറൈശി തറവാട്ടിൽ നിന്ന് മക്കയിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന പ്രഗത്ഭനായ നേതാവ്. ആ കാലഘട്ടത്തിൽ ഗോത്ര മഹിമ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഹാഷിം വിവാഹം കഴിച്ചത് മദീനയിൽ നിന്നായിരുന്നു. മദീനയിലെ ഉന്നത ഗോത്രമായ ഹസ്റജിൽ നിന്ന് സൽമ എന്ന് പറയുന്ന ഭാര്യയെ സ്വീകരിച്ചു. ക്രിസ്താബ്ദം 497 ആ വിവാഹം നടന്നത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. ഇബ്നു സഅദിന്റെ തബക്കാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹാഷിമിന്റെ മകൻ ഷൈബ ജനന സമയത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ തലയിൽ ഏതാനും മുടികൾ നരച്ചതായി കാണപ്പെട്ടു. അതുകൊണ്ടാണ് നരബാധിതൻ എന്ന പേരിൽ ഉമ്മ ഷൈബ എന്ന് വിളിച്ചത്. അങ്ങനെയാണ് ആ കുട്ടി ആ പേരിൽ അറിയപ്പെടാൻ കാരണം. കുട്ടിയുടെ പിതാവ് ഹാഷിം മക്കയിലെ നേതാവാണെങ്കിലും ആ കാലഘട്ടത്തിലെ സാഹചര്യമനുസരിച്ചുകൊണ്ട് കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് പോകുമായിരുന്നു. ഷാമിലേക്ക് പോകും, അതുപോലെ തന്നെ യമനിലേക്ക് പോകും. പല മേഖലകളിലും അവർ കച്ചവടം ചെയ്യും. അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രയിൽ ഒരിക്കൽ ഫലസ്തീനിലെ ഗസയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഹാഷിം മരണപ്പെട്ടപ്പോൾ ഹാഷിമിൻ്റെ സഹോദരനായ മുത്തലിബാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. ഹാഷിമിൻ്റെ മകൻ ഷൈബയാകട്ടെ മദീനയിൽ ഉമ്മയുടെ ഗോത്രത്തിൽ അമ്മാവന്മാരുടെ കൂടെയാണ് വളർന്നത്. അങ്ങനെ സഹോദരൻ്റെ മകൻ മദീനയിലും സഹോദരൻ മരണപ്പെട്ടപ്പോൾ അധികാരമേറ്റെടുത്ത ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ് മക്കയിലെ അധികാരിയുമായി കാലചക്രം കറങ്ങി. മുത്തലിബ് മക്കയുടെ അധികാരിയാണ്. ഷൈബയാണെങ്കിൽ മദീനയിൽ കളിച്ചു വളരുകയാണ്. അബ്ദുമനാഫിൻ്റെ പുത്രനായ ഹാഷിമിൻ്റെ മകൻ ഷൈബ കരുത്തനായി തന്നെ വളർന്നു. ആ കുലമഹിമയുടെ ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ തന്നെ ഉയർന്നു വരാവുന്ന തരത്തിലുള്ള ഒരു പ്രഗത്ഭ വ്യക്തിത്വമായി അദ്ദേഹം ചെറുപ്പത്തിലേ വളരുകയാണ്. കായിക അഭ്യാസങ്ങൾ അറിയാം, ആളുകളോട് ഇടപെടാൻ അറിയാം, അമ്മാവന്മാരുമൊത്ത് അസ്ത്രവിദ്യകൾ പഠിച്ച് കാണുന്നവരൊക്കെ ഈ കുട്ടി വ്യതിരിക്തനാണ് എന്ന് പറയത്തക്ക വിധമുള്ള ചില സവിശേഷ ഗുണങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആ കുട്ടിയെ ആകർഷിച്ചു. പ്രഗത്ഭനായി തന്നെ വളർന്നു എന്ന് പറയാമല്ലോ. വ്യാപാരികളായ ആളുകൾ പല മേഖലകളുമായി ബന്ധപ്പെടും. കച്ചവടത്തിന് പോയി തിരിച്ചെത്തുമ്പോൾ പല വിവരങ്ങളും അവർ കൊണ്ടുവരും, അത് കൈമാറും. അങ്ങനെയാണല്ലോ പഴയ കാലഘട്ടം. ഇന്നത്തെ പോലെ വിവര സാങ്കേതിക വിദ്യ വളരാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലും ചന്തകൾ വഴിയായിരുന്നല്ലോ വിവരങ്ങളൊക്കെ കൈമാറിയിരുന്നത്. എന്നതുപോലെ കച്ചവട ചന്തയിൽ പോയി തിരിച്ചു വരുന്ന ആളുകൾ ഒരുപാട് വിവരങ്ങൾ കൈമാറുന്ന കൂട്ടത്തിൽ മദീനയിൽ ഷൈബ എന്ന കുട്ടി ഹാഷിമിൻ്റെ മകൻ മിടുക്കനായി വളരുന്ന വിവരം മക്കയിലെത്തി നേതാവ് മുത്തലിബിനെ അറിയിച്ചു. മുത്തലിബ് അന്ന് മക്കയുടെ സാരഥ്യം ഏറ്റെടുത്തു. കാരണം ഹാഷിമിൻ്റെ മരണശേഷം മുത്തലിബാണല്ലോ അധികാരത്തിൽ വന്നത്. മുത്തലിബിനെ വിവരങ്ങളൊക്കെ അറിയിച്ച് മുത്തലിബ് ഭരണം കൈയാളുന്ന കാലഘട്ടത്തിൽ മുത്തലിബിനൊരു മോഹം, തൻ്റെ സഹോദരൻ്റെ മകൻ മദീനയിലാണ് വളരുന്നത്. അതുകൊണ്ട് മകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതായിരിക്കും ഏറ്റവും ഗുണകരം. ആ മകനെ പ്രഗത്ഭനായി വളർത്തണം, തനിക്കൊരു പിൻഗാമി വേണമെന്ന ചിന്തയിൽ തന്നെ മിടുക്കനാണ് ആ കുട്ടിയെന്നറിഞ്ഞപ്പോൾ മുത്തലിബിന് ഒരു മോഹം ഹാഷിമിനെ മക്കയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ മുത്തലിബ് മദീനയിലേക്ക് യാത്ര തിരിച്ചു. മദീനയിൽ പോയി ആ കുട്ടിയെ നേരെ മക്കയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും സജ്ജീകരണങ്ങളും ഒരുക്കി കുടുംബത്തിൽ ചെന്ന് കാര്യം പറഞ്ഞ് മാതാവിനോട് സമ്മതം വാങ്ങി ഷൈബ നേരെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഷൈബ മക്കയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഷൈബയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ഒരു സമ്മതം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. മക്കയിലേക്ക് വരാനും മക്കയിൽ തൻ്റെ പിതൃവ്യനോടൊത്ത് താമസിക്കുവാനും അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മദീനയിൽ പോയി തൻ്റെ ഒട്ടകപ്പുറത്തിരുത്തി ഷൈബയെ മക്കയിലേക്ക് കൊണ്ടുവന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഈ കുട്ടി വരുമ്പോൾ ആരാണ് ഈ കുട്ടി എന്ന് ആർക്കും അറിയില്ലല്ലോ.
ഷൈബയാണ് കുട്ടിയുടെ പേര് എന്നും അധിക പേർക്കും അറിയില്ല. മുത്തലിബ് കൊണ്ടുവന്നതുകൊണ്ട് ആ കുട്ടിക്ക് ജനങ്ങൾ ഒരു പേര് കൊടുത്തു, അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ. അബ്ദുൽ മുത്തലിബാണ് യഥാർത്ഥത്തിൽ ഷൈബ എന്നറിയപ്പെടുന്ന കുട്ടി. അങ്ങനെ ഷൈബ എന്ന പേര് വിസ്മരിക്കപ്പെട്ടു പോയി. മുത്തലിബിന്റെ അടിമ എന്ന പേരിൽ, അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ ആ കുട്ടി പ്രസിദ്ധനായി. കാലചക്രം കറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരൻ പ്രഗത്ഭനായി വളർന്നു. അന്ന് വ്യാപാരങ്ങൾ ധാരാളമായി നടക്കുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. അക്കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹിലത്ത ഷിതാഇ വസ്വൈഫ് എന്ന് പറഞ്ഞല്ലോ. ഷിതായിലും സ്വൈഫിലും അഥവാ ശൈത്യത്തിലും ഉഷ്ണകാലഘട്ടത്തിലും ഇവർ വിഭവം തേടി കച്ചവടത്തിന് പോകുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കച്ചവട യാത്രയിൽ അന്ന് പല ഭാഗത്തേക്കും അവർ പോകുമെങ്കിലും പ്രത്യേകമായി ഉഷ്ണകാലത്ത് സിറിയയിലേക്കാണ് പോവുക. അതാണ് രണ്ട് കാലങ്ങളെക്കുറിച്ച്, രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചും പറയുന്നത്. ഉഷ്ണകാലത്ത് സിറിയയിലേക്ക് പോകും, ശൈത്യകാലത്ത് യമനിലേക്ക് പോകും. അവിടുത്തെ കാലാവസ്ഥക്ക് അനുസൃതമായി അവർക്ക് വിഭവങ്ങൾ ശേഖരിക്കുവാനും കച്ചവടം നടത്തുവാനും ഒക്കെ സൗകര്യം നോക്കിക്കൊണ്ടാണ് അന്ന് കാലാവസ്ഥാ പരിഗണനയിൽ ഷാമും യമനും അവർ രണ്ട് മേഖലകളായി തെരഞ്ഞെടുത്തത്. ശൈത്യകാലത്തും അതുപോലെ തന്നെ ഉഷ്ണകാലത്തും ഈ മേഖലകളിൽ പോയി അവർ ജീവസന്ധാരണത്തിന് വേണ്ടി കച്ചവടം നടത്തുക അറബികളുടെ പതിവായിരുന്നു. സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് മക്കയിലെ മാർക്കറ്റിൽ വിൽക്കും. മക്ക പൊതുവെ കൃഷി കുറഞ്ഞ സ്ഥലമാണ്. ഷാമിൽ നന്നായി കൃഷിയുണ്ട്. ഇപ്പോഴും നമ്മൾ പഴയ ഷാമിൻ്റെ ഭാഗമായ ജോർഡാനിലും അതുപോലെ തന്നെ സിറിയൻ മേഖലകളിലും അതുപോലെ തന്നെ പലസ്തീൻ മേഖലയിലുമൊക്കെ പോയി നോക്കിയാൽ നല്ല നല്ല കൃഷിസ്ഥലങ്ങൾ കാണാൻ കഴിയും. അവിടെയൊക്കെ കൃഷിക്ക് വലിയ പ്രാധാന്യമാണ്. അന്ന് അവിടെ കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് മക്കയിലെ മാർക്കറ്റിൽ വിൽക്കുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു യമൻ യാത്രയിൽ അഥവാ ശൈത്യകാലത്തുള്ള ഒരു കച്ചവട യാത്രയിൽ മുത്തലിബ് മരണപ്പെട്ടു പോയി. മുത്തലിബ് മരണപ്പെട്ടു. നേരത്തെ ഹാഷിം മരണപ്പെട്ടു. മുത്തലിബ് മരണപ്പെട്ടതോടുകൂടി മക്കയുടെ സാരഥ്യം വന്നടഞ്ഞത് ഷൈബ എന്ന് പറയുന്ന ആ പേര് പോലും അറിയപ്പെടാതെ പോയി അബ്ദുൽ മുത്തലിബിലാണ്. അബ്ദുൽ മുത്തലിബായിരുന്നു അവിടെ പിന്നീട് അധികാരത്തിൽ വന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ആ കുടുംബ മഹിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ പിതാവും പിതൃവ്യനും സഞ്ചരിച്ച വഴിയിലൂടെ മക്കയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയേറെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അബ്ദുൽ മുത്തലിബ് മുൻപന്തിയിൽ നിന്നു. അബ്ദുൽ മുത്തലിബിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് പലതരത്തിലുള്ള നീച പ്രവർത്തനങ്ങളും അക്കാലഘട്ടത്തിലെ ഗോത്ര നേതാക്കളിലും സാധാരണക്കാരിലും രൂഢമൂലമായിരുന്നു. പക്ഷേ അബ്ദുൽ മുത്തലിബ് അത്തരം വൃത്തികേടുകളിലേക്ക് വഴുതി വീഴാത്ത ആളായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അനാഥകളെ സംരക്ഷിക്കുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അശരണരെ സഹായിക്കുക, നിർധനർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നതൊക്കെ അദ്ദേഹത്തിന് അതീവ തൽപരതയുള്ള കാര്യമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ജാഹിലിയ കാലത്തെ ദുർഗുണങ്ങളൊന്നും അദ്ദേഹത്തിൽ ഏശിയിരുന്നില്ല. അന്യായമായി പണം സമ്പാദിക്കുക, മദ്യപിച്ച് പേക്കൂത്തുകൾ കാണിക്കുക, കലഹപ്രിയനാവുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടുത്തെ നേതാവായി വളർന്ന് വലുതാകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപത്ത് കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തോട് ഒരു അശരീരി പോലെ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണാനായത് സംസം കുഴിക്കാനുള്ള നിർദ്ദേശം. അതൊരു നീണ്ട ചരിത്രമാണ്. അത് നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം സംസം കുഴിച്ച് ആ സംസമിൻ്റെ അവകാശിയായി മാറുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങുകയാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹം സംസം കുഴിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ കൂടുതൽ ആളുകളില്ല. മകൻ ഹാരിസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മകൻ, ആൺമകൻ ഹാരിസ് മാത്രമുള്ള സന്ദർഭത്തിൽ അദിയുബ്നു നൗഫലിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി. ഒരു മകനേ ഉള്ളൂ എന്ന രീതിയിൽ വംശമറ്റു പോകുന്നവനെ പോലെ അവർ കളിയാക്കി. അന്ന് ധാരാളം മക്കൾ ഉണ്ടാവുക, ആൺമക്കൾ ധാരാളം ഉണ്ടാവുക എന്നത് അന്തസ്സുള്ള കാര്യമാണ്. ഒരു മകനല്ലേ ഉള്ളത്, അതൊരു കുറവായിട്ടാണ് അവർ വിലയിരുത്തിയത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു, എനിക്ക് 10 ആൺമക്കളെ തരികയാണെങ്കിൽ, ദൈവത്തിങ്കിൽ നിന്ന് എനിക്ക് 10 ആൺമക്കളെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അള്ളാഹു എനിക്ക് 10 മക്കളെ തന്നാൽ ഒരു മകനെ ആ മാർഗത്തിൽ ബലിയർപ്പിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ പിൽക്കാല ചരിത്രത്തിൽ അദ്ദേഹത്തിന് 10 ആൺമക്കൾ ജനിച്ചു.
അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. അതോടുകൂടി അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനമുണ്ടായി, ബലി നിർവഹിക്കാൻ. അപ്പോൾ അദ്ദേഹം ഒരു ആടിനെ ബലിയറുത്തു. ആടിനെ ബലിയറുത്തപ്പോൾ വീണ്ടും അശരീരി വന്നു. ആ അശരീരിയിൽ അദ്ദേഹത്തിന് ആ സ്വപ്ന ദർശനത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായ വിവരം അറിവ് നടന്നിട്ടില്ല എന്നതാണ്. വീണ്ടും അറക്കണം. അങ്ങനെ അദ്ദേഹം വീണ്ടും അതിനേക്കാൾ വലുതിനെ അറുക്കാനുള്ള ഉത്തരവ് സ്വപ്നത്തിലൂടെ ലഭിച്ചപ്പോൾ അദ്ദേഹം വലുതിനെ അഥവാ ഒരു മാടിനെ, ഒരു കാളയെ അറുത്തു. കാളയെ അറുത്തപ്പോഴും അദ്ദേഹത്തിന് ഇതേ ഉത്ബോധനം തന്നെ കിട്ടി. വീണ്ടും അറുക്കാൻ വേണ്ടി ഉത്ബോധനം കിട്ടിയപ്പോൾ വലുതിനെ വീണ്ടും അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടകത്തെ അറുത്തു നോക്കി. അതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഉത്ബോധനം കിട്ടി. ആന്തരികമായ ബോധനം അഥവാ ഉത്ബോധനം എന്ന് തന്നെ പറയാം. ആ ബോധനത്തിൽ അദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടത് പുത്രനെ ബലിയർപ്പിക്കണം, നേരത്തെ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ എന്നതാണ്. അങ്ങനെ പുത്രനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സജ്ജനാവുകയാണ്. സ്വന്തം മകനെ ബലിയർപ്പിക്കണം. അപ്പോൾ ഏത് മകനെ ബലിയർപ്പിക്കണം? 10 മക്കളുണ്ട്, ഇന്ന മകനെ ബലിയർപ്പിക്കും എന്നൊന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടില്ല. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഒരു മകനെ ബലിയർപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതു മകനെ ബലിയർപ്പിക്കും? അദ്ദേഹം അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. അന്നത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അമ്പുകൾ എടുത്തുകൊണ്ട് ആ അമ്പിന്മേൽ മക്കളുടെ പേരെഴുതി. അമ്പിൽ മക്കളുടെ പേരെഴുതിക്കൊണ്ട് അദ്ദേഹം അസ്ത്രം കൊണ്ടുപോയി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അങ്ങനെ അദ്ദേഹം അതിൽ നിന്നും സ്വാഭാവികമായും ഒരു സാധാരണ ചെയ്യും പോലെ ഒന്ന് കണ്ണു ചിമ്മി എടുക്കുകയാണ്. അങ്ങനെ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് അബ്ദുള്ള എന്ന് പറയുന്ന മകന്റെ പേരാണ്. ആവർത്തിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ലഭ്യമായത്. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയാണ് അറുക്കപ്പെടേണ്ടത് എന്ന് ഈ അമ്പുകളിൽ എല്ലാ മക്കളുടെയും പേരെഴുതി വെച്ച് അതിൽ നിന്നും ഒന്നെടുത്തപ്പോൾ നറുക്കെടുക്കുന്നത് പോലെ ലഭിച്ചത് അബ്ദുള്ളയുടെ പേരാണ്. അങ്ങനെ അബ്ദുള്ളയെ അറുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അറുക്കാൻ തീരുമാനിച്ചപ്പോൾ കുടുംബങ്ങളിലൊക്കെ ഒരു വൈമനസ്യം. കാരണം ആ കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഏറ്റവും ശ്രദ്ധേയനായ മകനാണ് അബ്ദുള്ള. മാത്രമല്ല സൽ സ്വഭാവി, സുമുഖൻ, സൗമ്യൻ, എല്ലാവർക്കും ഇഷ്ടം. അബ്ദുള്ളയെക്കുറിച്ച് ഒരാൾക്കും ഒരു തരത്തിലും ഒരു ഭിന്നാഭിപ്രായം പറയാനില്ലാത്ത വിധം എല്ലാവരും ഗുണകരമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അബ്ദുള്ള പ്രഗൽഭനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായി പിന്നീട് വന്ന അബ്ദുള്ളക്ക് പിന്നീട് ജനിച്ച മകനാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയായിരിക്കുമ്പോൾ അബ്ദുള്ളയെ അറുക്കാനാണ് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയത്. അബ്ദുൽ മുത്തലിബ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കുടുംബങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ നല്ല കുട്ടിയെ അറുക്കുകയോ? ഈ 10 പേരുടെ കൂട്ടത്തിൽ ഈ കുട്ടിയെ നിങ്ങൾ എങ്ങനെ അറുക്കും? അവർ അദ്ദേഹത്തോട് പലതരത്തിലും പിന്തിരിയാൻ പറഞ്ഞു. പലതരത്തിലും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. കാരണം ഞാനൊരു നിശ്ചയം ചെയ്താൽ, അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്, അദ്ദേഹത്തിന്റെ തറവാടിത്തം അതാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതാണ്. അദ്ദേഹം അത് തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തായാലും അത് നടപ്പാക്കും, എനിക്കതിൽ തർക്കമില്ല. അങ്ങനെ അബ്ദുള്ളയെ കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി കിടത്തുകയാണ്. കുടുംബങ്ങളാകെ ഇളകി. ബന്ധപ്പെട്ടവരൊക്കെ വന്നു, ബഹളം വെച്ചു. ഖുറൈശി കുടുംബത്തിന്റെ ഉപഗോത്രങ്ങളിൽപ്പെട്ട പലരും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ വാദകോലാഹലങ്ങൾ നടന്നു. തന്റെ പ്രതിജ്ഞയും തന്റെ ബലിയും നിർവഹിക്കപ്പെടണമെന്ന വിഷയത്തിൽ അബ്ദുൽ മുത്തലിബ് ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. നമുക്കിത് ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന വിഷയത്തിൽ അന്നത്തെ ആചാരമനുസരിച്ച് ഒരു ജ്യോത്സ്യനെ കണ്ട് പരിഹാരം തേടാം. അന്നൊക്കെ അന്തിമമായി ഇക്കാര്യങ്ങളിൽ തർക്കമുണ്ടായാൽ വിധി പറയേണ്ടത് ജ്യോത്സ്യനാണ്. അങ്ങനെ ജ്യോത്സ്യനെ കണ്ട് വിധി പറയാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. കാരണം ഇഷ്ടംപോലെ ജ്യോത്സ്യന്മാരുണ്ട്, അവരിൽ പ്രഗത്ഭരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരു പ്രഗത്ഭനായ ആളെ കണ്ടെത്തിയിട്ട് നമുക്ക് ഇക്കാര്യം നിർവഹിക്കാം എന്നവർ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ജ്യോത്സ്യന്റെ സമീപത്തേക്ക് വെക്കാൻ വേണ്ടി അവർ എല്ലാ കാര്യങ്ങളും സംവിധാനിക്കുകയും ചെയ്യും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഈ തീരുമാനം അംഗീകരിച്ചു. സ്വാഭാവികമായും കുടുംബങ്ങൾ പറയുന്നൊരു തീരുമാനം ഒറ്റക്കെട്ടായി അവർ പറയുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലായ്ക കൊണ്ട് അദ്ദേഹം അത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ അംഗീകരിച്ചതിൻ്റെ ശേഷം അദ്ദേഹം ഏറ്റവും നല്ല ഒരു ജ്യോത്സ്യനായിരിക്കണം എന്ന അവരുടെ പരാമർശത്തിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയത് മദീനയിലുള്ള ഒരു പ്രഗത്ഭയായ ജ്യോത്സ്യയെയാണ്, ഒരു പെണ്ണ്. അവരുടെ പേര് ഖിത്ബ എന്നായിരുന്നു. അവർ മദീനയിലാണ്.
അങ്ങനെ കിത്ബയെ സമീപിച്ച് ഈ വിഷയത്തിൽ എന്താണ് അവർ ഒരു തീരുമാനമുണ്ടാക്കി തരുന്നത് എന്ന് പരിശോധിക്കാൻ ഉറച്ചു. അങ്ങനെ കിത്ബയുടെ സമീപത്തേക്ക് പോകാൻ ആളുകളെ സജ്ജമാക്കി. തെരഞ്ഞെടുത്തു. കുടുംബത്തിൽ നിന്ന് ഏതാനും ആളുകളെ, ഒരു പ്രതിനിധി സംഘം. ആ പ്രതിനിധി സംഘം നേരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലെ ഒരു വിശ്വാസത്തിൻ്റെ പ്രത്യേകത നോക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്ര ദൂരമുണ്ട്? 400-450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് അവർ യാത്ര പോവുകയാണ്. ഒരു ജ്യോത്സ്യയെ കണ്ട് ഈ വിഷയത്തിലുള്ള അവരുടെ തീരുമാനം അറിയുന്നതിന് വേണ്ടി. ഒരു കുഞ്ഞിനെ ബലിയർപ്പിക്കാനുള്ള പ്രതിജ്ഞ, അതിൽ നറുക്കെടുപ്പിൽ കിട്ടിയ കുട്ടി അബ്ദുള്ള ആയതുകൊണ്ട് കുടുംബം എതിർത്തത് കൊണ്ടാണ് ഈ യാത്ര വേണ്ടി വന്നത്. തീരുമാനമായി യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ട് അവർ ഏതാണ്ട് മദീനയിലേക്ക് യാത്ര പോയി അല്പം കഴിഞ്ഞപ്പോൾ, മദീനയിൽ എത്തുന്നതിൻ്റെ അല്പം മുമ്പ് തന്നെ അവർക്ക് വിവരം ലഭ്യമായി കിത്ബ മദീനയിൽ ഇല്ല. മറ്റൊരു യാത്രാ സംഘം മുഖേനയോ മറ്റോ അവർക്ക് വിവരം ലഭ്യമായി കിത്ബ ഖൈബറിലാണുള്ളത്. അവിടേക്ക് അവർ പോയിരിക്കുന്നു. ഇപ്പോൾ ഖൈബറിലാണ് കിത്ബ എന്ന് പറയുന്ന ജ്യോത്സ്യയുള്ളത് എന്നവർക്ക് ബോധനം കിട്ടി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കിത്ബയെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കിത്ബയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. അങ്ങനെ അവർ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ പ്രതിനിധി സംഘം നേരെ കിത്ബയുടെ സമീപത്തെത്തി. കിത്ബയുടെ സമീപത്തെത്തുമ്പോൾ കിത്ബയുടെ മുമ്പിൽ വിഷയങ്ങളൊക്കെ നന്നായി അവതരിപ്പിച്ചു. ജ്യോത്സ്യയുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് ജ്യോത്സ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജ്യോത്സ്യ പറഞ്ഞു, ഇതിന് പരിഹാരമായി ഞാൻ നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ നടപ്പനുസരിച്ചുള്ള ഒരു രീതിയാണ്. നിങ്ങളുടെ നാട്ടിലെ നാട്ടുരീതി അനുസരിച്ച് ഒരാളെ കൊന്നാൽ എന്താണ് നിങ്ങൾ പകരം ചെയ്യാറുള്ളത്? അവർ പറഞ്ഞു, ഒട്ടകത്തെ ബലി കൊടുക്കും. അങ്ങനെ ഒട്ടകത്തെ കൊടുത്ത് അതിന് പകരമായി ചെയ്യുന്ന ആ പഴയ ആചാര രീതിയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതെല്ലാം കേട്ട് പഠിച്ചതിൻ്റെ ശേഷം ഒരാൾക്ക് 10 ഒട്ടകം എന്ന രീതിയിലുള്ള അവരുടെ ആ ഒട്ടക കൈമാറ്റം, അഥവാ ഒരു വ്യക്തിയെ കൊന്നാൽ അതിന് പകരം 10 ഒട്ടകങ്ങളെ പകരമായി കൊടുക്കുക, നഷ്ടപരിഹാരമായി നൽകുക എന്ന ആ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് അത് നടപ്പാക്കാനുള്ള സംവിധാനം കിത്ബ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ പോയിട്ട് 2 അസ്ത്രങ്ങളെടുത്ത് ഒന്നിന്മേൽ നിങ്ങൾക്ക് ഇപ്പോൾ നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഈ അബ്ദുള്ള എന്ന കുട്ടിയുടെ പേരും രണ്ടാമത്തെ അസ്ത്രത്തിൽ 10 ഒട്ടകമെന്നും എഴുതിയിട്ട് നിങ്ങൾ കഅബാലയത്തിന്റെ സമീപത്ത് ചെന്ന് ദൈവത്തിന് മുമ്പിൽ അത് സമർപ്പിച്ച് നിങ്ങൾ നേരത്തെ നറുക്കെടുത്തതുപോലെ നറുക്കെടുക്കുക. അതിൽ നിങ്ങൾക്ക് അബ്ദുള്ള എന്ന കുട്ടിയെ തന്നെ അറുക്കണം എന്നാണ് കിട്ടുന്നത് എങ്കിൽ വീണ്ടും ഒരു 10 ഒട്ടകം കൂട്ടിയിട്ട് 20 ഒട്ടകം എന്ന് അസ്ത്രത്തിന്മേൽ എഴുതിയിട്ട് ആ 20 ഒട്ടകം എന്നെഴുതിയ അസ്ത്രവും ഈ കുട്ടിയുടെ പേരുള്ള അസ്ത്രവും വെക്കുക. അങ്ങനെ വീണ്ടും നറുക്കെടുപ്പോൾ വീണ്ടും കിട്ടുന്നത് അബ്ദുള്ളയുടെ പേരാണെങ്കിൽ വീണ്ടും 10 ഒട്ടകത്തെ കൂട്ടി അസ്ത്രത്തിന്മേൽ രേഖപ്പെടുത്തുക. അങ്ങനെ ഓരോ 10 കൂട്ടി രേഖപ്പെടുത്തുക. ഏത് സമയത്താണോ നിങ്ങൾക്ക് ഒട്ടകം എന്നത് കിട്ടുന്നത്, ആ ഒട്ടകത്തിന്റെ നറുക്ക് കിട്ടുന്ന സമയത്ത് എത്ര ഒട്ടകമാണോ ഉള്ളത് അത്ര ഒട്ടകത്തെ ബലി കൊടുത്താൽ കുട്ടിയെ രക്ഷിക്കാം. ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ല എന്ന് അന്നത്തെ വിശ്വാസാചാരം അനുസരിച്ച് കിത്ബ പറഞ്ഞു കൊടുത്തു. കിത്ബ പറഞ്ഞു കൊടുത്ത ഈ വിവരം അനുസരിച്ചുകൊണ്ട് അവർ മടങ്ങി പരിശുദ്ധ മക്കയിൽ വന്നു. അബ്ദുൽ മുത്തലിബ് കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചു. അബ്ദുൽ മുത്തലിബ് ഈ പറഞ്ഞ പോലെ ചെയ്തു. ആദ്യമായി 10 ഒട്ടകങ്ങൾ എന്നെഴുതി അബ്ദുള്ളയുടെ പേരെഴുതി അസ്ത്രം വെച്ചു, നറുക്കെടുത്തു. കിട്ടിയത് അബ്ദുള്ളയാണ്. ഇനി എന്തോ ചെയ്യണം? 20 ഒട്ടകത്തെ എഴുതി വെക്കണം. അങ്ങനെ വീണ്ടും ആവർത്തിച്ചു. ഓരോ തവണ നറുക്കെടുക്കുമ്പോഴും എങ്ങനെ കണ്ണു ചിമ്മി നറുക്കെടുത്താലും കലർത്തി തിരിച്ചൊക്കെ നറുക്കെടുത്താലും ആ നറുക്കെടുപ്പിൽ കിട്ടുന്നത്, അഥവാ അസ്ത്രം എടുക്കുമ്പോൾ കിട്ടുന്നത് അബ്ദുള്ളയുടെ പേരെഴുതിയ അസ്ത്രമാണ്. ഒരു രക്ഷയുമില്ല. 9 തവണ തുടർന്നു. 9 തവണ തുടരുമ്പോഴേക്കും 90 ഒട്ടകമായല്ലോ. പിന്നെ ഒന്നുകൂടി വെച്ചു 100 ഒട്ടകം. ആ സമയത്താണ് ഒട്ടകത്തിന്റെ നറുക്ക് കിട്ടിയത്. അങ്ങനെ 100 ഒട്ടകത്തെ ബലി കൊടുക്കേണ്ടി വന്നു അബ്ദുള്ളയുടെ ജീവൻ രക്ഷിക്കാൻ. അബ്ദുള്ളയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ബന്ധുക്കളൊക്കെ അതികഠിനമായി ആവശ്യപ്പെട്ട ആ ആവശ്യത്തിന് മുമ്പിൽ വഴങ്ങി 100 ഒട്ടകത്തെ ബലി കൊടുത്തുകൊണ്ട് ആ ഒട്ടകങ്ങളെ അറുത്ത് എല്ലാവർക്കും ദാനം ചെയ്തു. യഥേഷ്ടം ദാനം ചെയ്ത് അബ്ദുൽ മുത്തലിബ് മകനെ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് അബ്ദുള്ള എന്ന കുട്ടി ഈ അറവിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അന ഇബ്നു ദബീഹൈൻ, ഞാൻ 2 അറവുകൾ നിർവഹിക്കപ്പെട്ട 2 തവണ അറുക്കപ്പെട്ട പിതാവിന്റെ മകനാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ 2 തവണ അറുക്കപ്പെട്ട പിതാവിന്റെ മകനാണ്.
അറവിന് വിധേയനായവരുടെ മകനാണെന്ന് പറയാൻ കാരണം, ഒന്ന്, ഇസ്മായിലി പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, ഈ രണ്ട് പ്രവാചകന്മാരിലൂടെ ലോകത്ത് പ്രവാചക പരമ്പര നിലനിന്നു എന്ന് നമ്മൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ഇസ്രായേൽ സന്തതികളിലെ പ്രവാചകന്മാരെ മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ കഴിയും. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ലോകത്ത് ഒരൊറ്റ പ്രവാചകൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറവിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നത് നമുക്കറിയാമല്ലോ. അറുത്തിട്ടില്ലെങ്കിലും അറിവിന്റെ അടുത്തോളം എത്തിയ ആ ചരിത്ര സംഭവം പരിശുദ്ധ ഖുർആൻ കൃത്യമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫലമാ തല്ലഹുൽ ജബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുങ്ങിയ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് തന്നെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പിതാവിനോട് പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ എന്ന്. ആ സംഭവം നമുക്കറിയാം. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് പിതാവെ നിങ്ങൾ ചെയ്തു കൊള്ളുക, എന്നെ നിങ്ങൾക്ക് ക്ഷമാശീലനായി കണ്ടെത്താൻ കഴിയുമെന്ന്. ആ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. ആ അറിവിന് വിധേയനായി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വന്ന അബ്ദുള്ള ഇവിടെ ഒരു അറിവിന് വിധേയനായി രക്ഷപ്പെടുകയാണ്. ഈ രണ്ട് അറിവുകൾ നിർവഹിക്കപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഷൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ച അബ്ദുൽ മുത്തലിബ് എന്ന വ്യക്തിത്വമാണ്. നബി തങ്ങൾ ജനിച്ചപ്പോൾ നബി തങ്ങളെ കഅബാലയത്തിൽ കൊണ്ടുപോയി കിടത്തുകയും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ആ കുഞ്ഞിന് പരിപൂർണമായ സംരക്ഷണം നൽകുകയും തന്റെ മരണം വരെ എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം നബി തങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രോജ്വല വ്യക്തിത്വമാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മക്കയുടെ അധിപനായിരുന്ന ആ നായകൻ. അദ്ദേഹത്തിന്റെ ചരിത്രം സുവിദിതമാണെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് ഷൈബ എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ പ്രഗത്ഭനായ അബ്ദുൽ മുത്തലിബ് എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണ സംരക്ഷകൻ. അദ്ദേഹം സംരക്ഷകനായി നിൽക്കുന്ന കാലത്ത് ഒരു ഭീഷണിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റിരുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയം തകർക്കാൻ വേണ്ടി അബറഹത്ത് വരുമ്പോൾ അള്ളാഹുവെ നിന്റെ ഭവനം നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാതെ മാറി നിന്ന വ്യക്തിത്വമാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലവും മനസ്സിലാക്കാൻ ഈ അവസരം ഉപകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.